എന്റെ ഫിലിമിൽ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ വർക്ക് ചെയ്തായിരുന്നു മുമ്പേ. സലീം കുമാർ സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തായിരുന്നു. സാരക്കാരനല്ല. എന്താ സംഭവം? ആ മെയിൻ ഫ്യൂസോ? ഹായ് ചെയ്യുമാരുള്ളവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇന്ന് ചായക്ക് കുടിച്ച് ഇറങ്ങുമ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3:15. ഇന്ന് രാവിലെയാണ് എത്തിയത്. എന്താ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ 20% 20% നിൽക്കുവാണ്. ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പമുണ്ട്, സാമ്പാറുണ്ട്, കട്ടൻ ചായ ഉണ്ട്. ആരും അവിടെ നൈസായിട്ട് ചെറിയ രീതിയിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അല്ലേ കുല്ലല്ലേ ഇരിക്കണേ എല്ലോ ഇരിക്കോ സ്കൂൾക്ക് പോകാൻ നേരമായി. ചായ കുടിച്ചിട്ട് ഇറങ്ങാം നമുക്ക്. സോനു സനു സൂര്യ പാൻറ് ഇട്ടിട്ടില്ലേ? എന്താ പാൻറ് ഇടാത്ത നിങ്ങള്? ഓലെ എയർപോർട്ടിൽ പോകണം പോലോ. ആരെ കൊണ്ടാക്കാൻ നിങ്ങൾ പോണേ? ഓലെ മേമനെ കൊണ്ടാക്കാൻ. ഓലെ മേമൻ നേഴ്സാണ്. അപ്പൊ എവിടക്ക പോണാവോ? സൗദിയാ ദുബായ് ഗൾഫ് കാണും പോലോ. ഗൾഫിൽ പോവാണ്. പിന്നെ ദീപുണ്ട്, സൂര്യ ഉണ്ട് അല്ലേ? ഇജ്ജ് പോകണ്ടോ കോഴിക്കോട്ടേക്ക്? ഓളും പോകണ്ട പോലെ. എന്താ ചെയ്യാ? ഓലെ ട്രിപ്പാട്ടോ. ആദ്യത്തെ സ്റ്റാൻഡിലെത്തിയ സ്റ്റാൻഡിലല്ല, അങ്ങാടിയിലാണ്. നമ്മുടെ സ്റ്റാൻഡിൽ നേരെ ഓപ്പോസിറ്റ്. പിന്നെ മീൻ കിട്ടാതെ കൊച്ചച്ചൻ പോയ മീൻ കിട്ടാത്ത പ്രശ്നമുണ്ടോ? ഒരുപാട് സംഭവം കിട്ടിയാണ്. നമ്മൾ പോയിട്ട് ഇതുകൊണ്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അവരിറക്കിയിട്ട് ഇങ്ങനെ റിട്ടേൺ അങ്ങാടിയിലേക്ക് പോവാം. നമ്മൾ അച്ചായന്റെ വീട്ടിലേക്ക് പോയതും അച്ചായന്റെ വീട് കാണിച്ചു തന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. അച്ചായന്റെ വീട് കാണിച്ചു തന്ന വീഡിയോ ആണ് കൂടുതൽ പേര് കണ്ടിട്ടുള്ളത്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വേറൊന്നല്ല, അച്ചായൻസ് ഗോൾഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അദ്ദേഹത്തിന്റെ വീഡിയോ, അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ, എനിക്കും തന്നെ സോഷ്യൽ മീഡിയയിലുള്ള പരിചയം അച്ചായൻസ് ഗോൾഡ് അച്ചായനെ എനിക്ക് ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒത്തിരി പേരാണ് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും അദ്ദേഹത്തിന്റെ നമ്പറായിട്ട് അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുന്നത്. പക്ഷേങ്കിൽ ആ അച്ചായനല്ല ഈ അച്ചായൻ എന്നുള്ളത് ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേങ്കിൽ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ ഒരു വീഡിയോന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകളൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അച്ചായൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. അച്ചായൻസ് ഗോൾഡ് ഇപ്പോൾ TV വരെ പരസ്യമുണ്ട് ഗോൾഡിന്റെ. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന് പരസ്യത്തിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്ര കണ്ട് ഒത്തിരി പാവങ്ങളെ ഹെൽപ്പ് ആക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹത്തിന് ഞാനിങ്ങനെ വീഡിയോ കാണാറുണ്ട് എന്നല്ലാതെ എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയില്ല. എല്ലാവരും അച്ചായ എന്നല്ലേ വിളിക്കാറ്. ഇവിടെയാണ് ഞങ്ങളുടെ ഒരു സ്റ്റാൻഡ് ഉള്ളത്, മണലിന്റെ സ്റ്റാൻഡ്. ഇത് ഞങ്ങളുടെ ബൈപ്പാസ് ആണ്. അപ്പൊ ഈ ഒരു ബസ് പോകുന്നത് നിലമ്പൂർ ഭാഗത്തേക്കായിരിക്കും കേട്ടോ. നിലമ്പൂർ ഭാഗത്തേക്കായിരിക്കും. അത് പെരിന്തൽമണ്ണ നിലമ്പൂർ ബസ്സാണ്. കുപ്പണത്ത് എനിക്ക് സ്റ്റാൻഡിൽ കയറിയിട്ടുണ്ട്. 10:10 സമയം കറക്റ്റ് 10:10 വാവ്, ലക്കി ടൈം ആണല്ലോ. 10:10 10:56 നമ്മൾ ഇറങ്ങിയിട്ട് 1 മണിക്കൂർ ആവാറായില്ലേ? 4 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 1 മണിക്കൂറായി. അപ്പൊ ഞാനിപ്പോ ഈ ഒരു നേരം ആയപ്പോഴേക്ക് രണ്ട് ലോക്കൽ എന്ന് പറയുമ്പോൾ ഒന്ന് 50, ഒരു 40, അത് 90, പിന്നെ ഒരു ലോക്കലും കൂടി 90, 30, 120 രൂപയ്ക്ക് ഓടിക്കണ്ട. ശരിക്കും എങ്ങനെ കിട്ടണം? 1 മണിക്കൂറിൽ ഒരു 100 രൂപയെങ്കിലും കിട്ടണം. അല്ലെങ്കിൽ 90 ആ റേഞ്ചെങ്കിലും പിടിക്കുകയാണെങ്കിൽ രസമാണ്. പിന്നെ 1 മണിക്കൂറിൽ നമുക്ക് എത്ര കിട്ടി എന്നുള്ളൊരു ഇത് വരികയും ചെയ്യും, പൈസയാവും. ഇവിടെ കണ്ണനും രമേശൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചെക്കന്മാരെ. അപ്പൊ അവര് ചെറുവക പിടിക്കണം എന്നൊക്കെ തന്നെ പറയുന്നു കേട്ടോ. എന്തായി ഞങ്ങളെ കണ്ടിട്ട് നിങ്ങളെ കണ്ടിട്ട് തോണ്ടേ? എന്തായി വല കൊണ്ടുവരാൻ പോയോ? കണ്ണനാട്ടോ. വല വെക്കണ എന്താ വല വെക്കണേ? കൊണ്ടുവരുന്നില്ല. ഇതായാലും ഇവിടെ ഈ കെട്ടീന്റെ കലക്കല്ലത് പൊതുവേ ഒരു കലക്കുണ്ടല്ലേ? കണ്ണനൊരു സംഭവമാണ്. അവനൊരു ലഹരി ഇല്ലാത്ത മനുഷ്യനാണ്. അവൻ ആകെയുള്ള ലഹരിയാണത്. ഏത് മീൻപിടുത്തം എന്ന് പറയുന്നത്. ഇപ്പൊ അവനിങ്ങനെ വല വെച്ച് പിടിച്ചൊന്ന് കൂട്ടിക്കോളൂ. ഇനി വൈകിട്ടേക്ക് ചിലപ്പോ അവൻ ചൂണ്ടയിടും. ഈ തോട്ടിലെ മീനും പുഴയിലെ മീനും തിന്നാലും അവന് മടുക്കാറില്ല. അതുപോലെ തന്നെ അവന് കിട്ടിക്കഴിഞ്ഞാല്
അവനിപ്പോ നമ്മൾക്കൊക്കെ ആവശ്യം കൂട്ടിക്കോളും. ഞാൻ അവനോട് പറയാം കാരണം കിട്ടുകയാണെങ്കിൽ എനിക്ക് തരണം കേട്ടോ. അത് ചിലപ്പോ നമ്മൾ പറഞ്ഞിട്ട് മറന്നിട്ടുണ്ടാവും, പക്ഷെ അവന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വിളിച്ചു ചോദിക്കും എടാ ഇങ്ങനെ രണ്ടെണ്ണം കിട്ടിയിരിക്കണ വേണമെന്നുള്ളത്. അപ്പൊ ഇതിന്റെ മുമ്പ് നിങ്ങൾ ചിലപ്പോ കണ്ടക്കും ചിന്നുവിന് അവന് ഒരു 3 മീന് ഞാൻ അവനോട് പറഞ്ഞു വെച്ചതാണത്. അപ്പൊ അതാണ് കണ്ണന് ഭയങ്കര അത്ര കണ്ട് എന്താ പറയാ അഡിക്റ്റഡ് ആണ് ഈ ഒരു ഫിഷിങ്ങിന്റെ കേസിൽ. അവന് അത് കഴിക്കുകയും ചെയ്യും, നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യും. പാവാട്ടോ, ഞങ്ങൾ ഇടയ്ക്ക് കൂമാടുകയും ചെയ്യും. പാവാണ്. സമയമൊക്കെ ഒരുപാടായിട്ടോ, 1:05. ഞാനൊരു 40 രൂപയുടെ ട്രിപ്പ് പോകണ്ട. ഈ ഒരു ഏരിയയിലേക്ക് ഇവിടുത്തെ റോഡ് നാശമായപ്പോ 50 രൂപ ഞങ്ങൾ മേടിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇവിടുത്തെ റോഡ് ക്ലിയർ ആയപ്പോ ഞങ്ങളത് വീണ്ടും 40 രൂപ തന്നെ ആക്കിയല്ല, ഞാൻ 40 തന്നെ മേടിക്കാറുള്ളൂ. ഈ 50 രൂപ അന്ന് റോഡ് കംപ്ലൈന്റ് ആയപ്പോ എല്ലാവരും 50 രൂപ. റോഡ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ദൂരം ഉണ്ടാവും. 50 രൂപ എന്ന് പറയുമ്പോൾ വലിയ വിഷയമില്ല, റോഡ് അത്ര കണ്ട് മോശം. അപ്പൊ ഇപ്പോ ചില ഡ്രൈവർമാർക്ക് അത് ശീലമായി. അതായത് 50 തന്നെ അപ്പൊ വാങ്ങിയ ശീലമായി. ഇപ്പൊ 50 തന്നെ മേടിക്കല് തോന്നുന്നു. പക്ഷെ ഞാൻ എന്തായാലും 40ആണ്. ഞാൻ എല്ലായിടത്തും കുറച്ച് 10 രൂപ കുറച്ച് 40 തന്നെയാണ് മേടിക്കാറ്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഇത് ഒക്കെ നമ്മളറിയുന്ന ആളുകളാണ്, അടുത്തുള്ള ആളുകളാണ്. അവരുടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റിയാല് ഈ റോഡാണ് ആ കംപ്ലൈന്റ്. ഞാൻ പലവട്ടം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണത്. വെള്ളം പൊന്തി എന്നൊക്കെ ഇപ്പൊ അടുത്ത് പറഞ്ഞില്ലേ, ആ ഒരു ഏരിയ ആണത്. ഇതിന് മുമ്പ് ഈ ഒരു കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ തൊട്ട് അവിടെ വരെ കോറി വേസ്റ്റ് ഒക്കെ ഇട്ട് വളരെ മോശമായിരുന്നു. വണ്ടി ഒന്നും പോവാത്ത സിറ്റുവേഷനാണ്. എന്നൊക്കെ മാറി ഇപ്പൊ ക്ലിയർ ആയി. ഏതായാലും പാടില്ല, നമ്മള് പണി, അതായത് കൂലിപ്പണിക്കാർക്ക് പണിയില്ല. നിർമ്മാണ മേഖല ചെറുതായിട്ടൊന്ന് സ്തംഭിച്ചിട്ടുണ്ട്. കോറിയൊക്കെ അടച്ചില്ലേ, അതുകൊണ്ട് തന്നെ ഓട്ടത്തിന്റെ മോശം ഭയങ്കരമാണ്. ഞാനിപ്പോ ഒരു 190 രൂപയ്ക്കാണ് ഈ ഒരു നേരം വരെ ഓടിയിട്ടുള്ളത്. 190 രൂപ. 190 രൂപയ്ക്ക് പോലും ഓടാത്ത ആളുകൾ, അതായത് രാവിലെ 8 മണിക്ക് വന്നിട്ട് 190 രൂപയ്ക്ക് പോലും ഓടാത്ത ആളുകൾ സ്റ്റാൻഡിലുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതായത് അതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഈ പറഞ്ഞ പോലെ കോറികൾ അടച്ചു, കൺസ്ട്രക്ഷൻ മേഖല പൂർണ്ണമായിട്ടും നിലച്ചു നിൽക്കുകയാണ്. വല്ലാതെ ഒന്നുമില്ല. അപ്പോഴൊക്കെ ആയിട്ട് മുമ്പ് കോൺക്രീറ്റും മുമ്പ് സിമെന്റും മണലും മെറ്റലൊക്കെ ഇറക്കി വെച്ച ആളുകൾക്ക് മാത്രമാണ് ഇപ്പൊ പണിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ആയി മഴയൊക്കെ ഒന്ന് മാറിയതിനു ശേഷം ഇനി ഓട്ടൊക്കെ ക്ലിയർ ആയിട്ട് വരുള്ളൂ. നാട്ടിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. 1:05 ആയിട്ടുള്ളൂ. എന്തായാലും ഞാൻ അങ്ങാടിയിലേക്ക് തന്നെ പോവാണ്. ഇത് ചെയ്യുന്ന ഒരു വീട്ടിലത്തായിരിക്കാം, കാരണം ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ പെടലാണ്. പക്ഷെ എന്തായാലും പോയി നോക്കാം. പോയിട്ട് നമുക്ക് 2 മണിയൊക്കെ ആകുമ്പോഴേക്ക്, അതായത് ഒരു ലോക്കലും കൂടി എടുക്കുമ്പോഴേക്ക് 2 മണിയാവും. അപ്പൊ വരാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് എന്റെ സ്റ്റാൻഡല്ല, വേറെ സ്റ്റാൻഡിലാട്ടാ. ഓടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടതല്ല. ഞാനൊരു ട്രിപ്പ് കഴിഞ്ഞിങ്ങനെ മടങ്ങി പോവാണ്. ഞാൻ നേരെ വീട്ടിലേക്കാണ് പോകണം. ഒരു ട്രിപ്പല്ല, 2 ലോക്കൽ എടുത്ത് നമ്മള്. അങ്ങനെ ഇപ്പൊ 260 ആയിട്ടുണ്ട്. ഇപ്പൊ സമയം 1:40 ഇനി നിന്നാൽ ചിലപ്പോ നമുക്ക് പണി കിട്ടും. പണി കിട്ടുമ്പോ നമ്മൾ കരുതിയ മാതിരി ആ ഒരു സമയത്ത് നമുക്ക് ചോറിനാൻ വേണ്ടി പറ്റൂല. അപ്പൊ അതുകൊണ്ട് ബെല്ലെ വീട് പിടിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാം. ഇടത്തിയിട്ട് തിന്നിട്ടില്ല തന്നെ ഇതിന്റെ പ്രശ്നമുണ്ട്. എത്ര വണ്ടി ഉണ്ട് കണ്ടാ, ഇതിന്റെ സ്റ്റാൻഡ് അത്. ഇത്രയും വണ്ടി കഴിഞ്ഞ് ലക്കിന് ബാക്കിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത്രയും വണ്ടി കഴിഞ്ഞ് മുന്നിലെത്തിയിട്ടേ കിട്ടുള്ളൂ. ഇന്നൊരു ചെറിയൊരു സദ്യയാണ്. പപ്പടം, സാമ്പാർ, പിന്നെ അയില വറുത്തത്, ഉപ്പേരിയുണ്ട്, അവിയലുണ്ട്, പുളിയിഞ്ചിയുണ്ട്, ചെറിയൊരു സാമ്പാറാണ്. അപ്പോൾ കഴിക്കുന്നു. 2 മണിയാകുമ്പോഴേക്ക് 2:10 പോകും. അതിനോട് പരിപാടി പെട്ടെന്ന് തീർക്കണം. ഒരു 3 മണിക്കൊക്കെ ലൈനിൽ കയറിയിട്ടുണ്ട്. ലൈനിലേക്ക് എത്തിയിട്ടൊക്കെ 2 മണിയായി. 2:10 ഞാൻ ലൈനിലേക്ക് വന്നിക്കണം. പക്ഷേങ്കിൽ ഇപ്പോഴാണ് എനിക്ക് ഓടാൻ വേണ്ടിയിട്ട് തയ്യാറാവാൻ വേണ്ടി പറ്റിയത്. ഒരു വണ്ടി RC ചേഞ്ചിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓഫീസ് വരെ പോകേണ്ടി വന്നു. അതാണ്ട് അതിനിവിടെ ഇരിക്കുന്നുണ്ട്. ഉച്ചക്ക് ശേഷത്തെ കളി നമുക്കൊന്ന് നോക്കാം. വേറെ ലൈനിന്ന് ഇറങ്ങാണ്. ഉച്ചക്ക് ശേഷത്തെ കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് തന്നെ നാട്ടിക്കാട്ടാം. നാട്ടിക്ക് എന്ന് പറഞ്ഞാല് പോകുന്ന വഴിയിൽ നമ്മൾ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങുന്ന നമ്മളുടെ വാപ്പുട്ടിക്കാന്റെ പീടിയുണ്ട്. വാപ്പുട്ടിക്കാന്റെ പീടിയിൽ നാട്ടിലേക്ക് പോകാൻ ആരോ നിൽക്കുന്നുണ്ട്. വാപ്പുട്ടിയൊക്കെ എനിക്ക് വിളിച്ചത്. അപ്പോ കസ്റ്റമർ അറിയുമ്പോ കസ്റ്റമർ അല്ല വിളിച്ചിട്ടുള്ളത്, വാപ്പുട്ടിയൊക്കെയാണ്. വാപ്പുട്ടിയൊക്കെ കസ്റ്റമറാണ്, ഇന്ത്യൻ കസ്റ്റമർ ആകാൻ വേണ്ടി പോവാണ്. അപ്പൊ അവരെ എടുത്താണ്ട് നേരെ കോക്കാടംകുന്ന്, അതായത് എന്റെ നാട്ടിൽ കൊണ്ടിറക്കുക, 30 രൂപ മേടിക്കും, തിരിച്ചു പോരുക എന്നുള്ള പരിപാടിയാണുള്ളത്. ഇപ്പൊ സമയം 3:15 കേട്ടോ. അതായത് ഇന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല ട്രിപ്പ് ഇതാണോ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര രൂപയൊക്കെ ഓടി എന്നുള്ളതിന്റെ കണക്കൊന്നും എന്റെ കയ്യിൽ ഇല്ല കേട്ടോ.
ലൈകല്ല ഇല്ല, ലൈകല്ല എന്നല്ല ഇല്ല. ഇപ്പൊ സമയം 4:15 ഒരു 100 രൂപന്റെ ട്രിപ്പ് കിട്ടിയതാണ്. 100 രൂപ. അങ്ങാടിക്ക് വന്നപ്പോഴേക്ക് അങ്ങാടി ഫുള്ള് ബ്ലോക്ക്. എന്താ മാത്രം ഉണ്ടായത്? ഇതിലേതെങ്കിലൊക്കെ ഒരു പ്രമുഖ വ്യക്തി പാസ് ചെയ്താ പോലീസുകാർ വരെ ലൈനില കിടക്കണം. എന്താ പറയാ, സെൻട്രലൊരു പോലീസുകാരുണ്ട് കേട്ടോ ക്ലിയർ ആക്കാം. നമ്മൾക്ക് ഏതായാലും ഇതിന്റെ ഏറ്റവും ബാക്കിൽ പോയിട്ട് മറിഞ്ഞാ മതി. നമുക്ക് ആ ഒരു സൈഡിൽ കയറണ്ടേ? അവിടെയാണ് നമ്മുടെ സ്റ്റാൻഡ് കിടക്കുന്നത്. ഈ ജാമ നമ്മൾ നോക്കണ്ട. നമ്മൾ ഇങ്ങനെ തിരിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങനെ ഇട്ട് കൊടുത്താല് നമുക്ക് ആ ജാമിന്റെ ഉള്ളിൽ കറക്റ്റ് കയറാം. ഓക്കെ ചെങ്ങന്മാരെ, ഇത് സന്ദീപേട്ടൻ. അത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഫാമിലി മെമ്പർ ആണ്. അപ്പൊ പുള്ളി ഇന്ന് വിളിച്ചിട്ട് എന്നോട് ഉച്ചയ്ക്കാന്ന് തോന്നുന്നു, ഉച്ചയ്ക്ക് മുമ്പാണ് പറഞ്ഞല്ലേ? ഉച്ചയ്ക്ക് മുമ്പ് ഇന്ന് ഇതുവഴി വരുന്നുണ്ട്, കാണാൻ വേണ്ടിട്ട് പറ്റുമെന്ന് ചോദിച്ചു. കാണുന്നതിന് എന്താന്ന് പറഞ്ഞു. പുള്ളി ഇപ്പൊ വന്നതാണ്. കൂടെ വേറെ ആരൊക്കെ ഉണ്ടല്ലോ? 2 ഫ്രണ്ട്സും ഉണ്ട്. ഞാനാണെങ്കിൽ ലൈനില് 3ാമത്തെ വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. വീഡിയോ കാണുന്നത് ദുബായിലാണ്. അപ്പൊ രാത്രി എപ്പോഴെങ്കിലും ഉറങ്ങുന്ന സമയത്ത് പുള്ളിയുടെ വീഡിയോ കാണും. നമ്മളെ നാടിന്റെ തന്മയത്തോടു കൂടി ചെയ്യുന്ന വീഡിയോ അല്ലേ. അപ്പൊ ഇതുവഴി പോകുന്ന സമയത്ത് എന്തായാലും ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് കണ്ടതാണ് ആക്ച്വലി. ഞാനും കൂടി നാളെ ഈ വീഡിയോയിൽ കാണൽ എന്നെയും കാണാല്ലേ. എനിക്കും തന്നെ നിങ്ങളൊക്കെ വന്ന് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അത് വല്ലാത്തൊരു പ്രത്യേക ബന്ധം വരുവാണല്ലോ നമുക്ക്. സുഖമാണ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. വൈഫ് ഓക്കെയാണ്. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പുള്ളിക്ക് എന്തോ ഒരു ചാനലുണ്ട് അല്ലെ? ട്രാവൽ വിത്ത് സന്ദീപ് എന്നാണ് എന്റെ പേര്. ട്രാവൽ വിത്ത് സന്ദീപ് എന്നാണ് ചാനലിന്റെ പേര് അല്ലേ? അത് ചാനല് ട്രാവലിംഗ് ആണ് ചെയ്യണേ. ട്രാവൽ ബ്ലോഗ് ഉണ്ട്. ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ വർക്ക് ചെയ്തായിരുന്നു മുമ്പേ. സലീം കുമാർ സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തായിരുന്നു. നിസ്സാരക്കാരനല്ല, ചെറിയ ഒക്കെ ചെയ്തു. 1-2 പൊടിക്കൈയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ? അങ്ങനെ പുള്ളിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ വന്നത് ആക്ച്വലി. നമ്മളെന്നും വീഡിയോ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, പുള്ളി സ്റ്റാൻഡിന്റെ മുമ്പിലുള്ള ആ സ്റ്റാൻഡൊക്കെ കാണുന്നു. പിന്നെ വീടിന്റെ മുമ്പിലെ കൂടെ ഒക്കെ വന്നു. ഞാൻ ഗൂഗിള് വഴി കാണിച്ചപ്പോ ഇതിലെ കൂടെ വന്ന ഞാനിപ്പോ. അത് നിങ്ങളെ ഈ വഴി ഉണ്ടല്ലോ, അതുവഴി ഒന്ന് കറങ്ങി. അല്ല നല്ലതാ, നമ്മുടെ ടൗണൊക്കെ ഒന്ന് കാണാനായി. ഇപ്പൊ എന്താ പറയാ, ഇതുവഴി വരുമ്പോ തന്നെ മൂപ്പര് പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോ തന്നെ വീഡിയോയിൽ കണ്ടിട്ട് പരിചയമുള്ള സ്ഥലങ്ങളാണെന്നൊക്കെ ഉള്ളത്. അതാണ്. അപ്പൊ ഇപ്പൊ നാട്ടിൽ തന്നെയാണ്. അടുത്ത ആഴ്ച പോവാണോ? എന്നാ പിന്നെ അങ്ങനെ അദ്ദേഹത്തിന്റെ ചാനൽ എല്ലാവരും ജസ്റ്റ് കയറി കണ്ടു നോക്കുക. നമ്മുടെ വക സപ്പോർട്ട് കൊടുക്കാം. കുഴപ്പമില്ല, നമുക്ക് കാണാൻ പറ്റി. നമ്മൾ മെയിൻ ഫിലിമിൽ നോക്കേണ്ട ഒരാളാണ്. ഇത് വിട്ടുപോകാൻ പാടില്ലല്ലോ. നമ്മൾ ടച്ച് നമ്മൾ വ്ളോഗിങ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. തലശ്ശേരിയാണല്ലോ സ്ഥലം? തലശ്ശേരി കേട്ട നമുക്ക് ഇവിടെ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള സംഭവം വെച്ചാൽ ബിരിയാണിയാണ്. തലശ്ശേരി അതാണ് ഞങ്ങൾക്ക് വേഗം ഓർമ്മ വരിക. തലശ്ശേരി കല്യാണ ബിരിയാണിയാണ് സൂപ്പർ. കല്യാണ ബിരിയാണി ഇപ്പം ഒതന്റിക് ആയിട്ടുള്ള തലശ്ശേരി കിട്ടണമെന്നുണ്ടെങ്കിൽ കല്യാണം വിട്ട് പോയാലേ കിട്ടുള്ളൂ. ഹോട്ടൽസിലെല്ലാം അധികം കിട്ടുന്നില്ല. കംപ്ലൈന്റ് എനിക്കറിയത്തില്ല, പക്ഷെ നമുക്ക് അതായത് അതിന്റെ ആ ഒരു ടേസ്റ്റോട് കൂടി കഴിക്കണമെങ്കിൽ കല്യാണം വീട്ടിലും പോയി കഴിക്കാം. അങ്ങനെ പറയാൻ വെക്കുന്നേ നമുക്ക് പിന്നെ എല്ലാം ഓക്കെയാണ്. നമുക്ക് ഞാൻ അവിടുത്തെ കല്യാണം കിട്ടട്ടെ. ആരുടെ ഒരു കല്യാണം നമുക്ക് പിന്നെ പുള്ളി പോവാറായി അല്ലെ? എനിക്ക് പോകുന്നുണ്ടല്ല, നിങ്ങളെ പുള്ളി രണ്ടാമത്തെ ഇതിലുള്ളത്. അതുകൊണ്ടാണ് ഏത് നിമിഷം ഇവിടുന്ന് പോകേണ്ടി വരും. പിന്നെ കാണാൻ പറ്റില്ല. നമ്മളൊന്ന് സംസാരിക്കട്ടെ. സമയം 5:20 ഞാനൊരു 60 രൂപയുടെ ലോക്കല് പോണതാണ്. ഇത് ചെന്നിട്ട് വേണം ചായ കുടിക്കാൻ. ചായക്ക് പോയാണ്, വൈകുന്നേരം ആയില്ലേ. അതുപോലെ തന്നെ പുള്ളി പോയിട്ടാ. പുള്ളി ഇനി മഞ്ചേരി ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പൊ വേറെ ആരൊക്കെയോ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോ കൂട്ടത്തിൽ എന്നെയും കണ്ടിട്ട് അങ്ങനെ പോയതാണ്. നേരത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ സമയം 6:10. ചായയൊക്കെ കുടിച്ച് വന്ന് മുന്നിലെത്തിയിട്ടുണ്ട് നമ്മള്. ഒരു നല്ലൊരു ട്രിപ്പ് കിട്ടിയണെങ്കിൽ, ഒരു 200 രൂപന്റെ ഒരു ഒറ്റ ട്രിപ്പ് കിട്ടിയണെങ്കിൽ വേറെ ലെവലില് കളിക്കാറുണ്ട്. ആളുകൾ ധാരാളമായിട്ടുണ്ടെന്ന്. ആളുകളില്ലാത്ത കേടൊന്നുമില്ല. എങ്കിലും ഓരോ ദിവസം ഓരോ മട്ടമാണ്. ഇന്നത്തെ മട്ടം എങ്ങനെയാണ്? കിട്ടി നമുക്ക് കിട്ടി. നമ്മളെന്താ ആഗ്രഹിച്ചത് അത് കിട്ടിയിട്ടില്ല കേട്ടാ. നമുക്കൊരു 30 രൂപയുടെ നല്ലൊരു അടിച്ചാ പൊളിച്ച ഒരു ലോക്കൽ കിട്ടിയാണ്. അടിച്ചാ പൊളിച്ച ഒരു ലോക്കല് കറക്റ്റ് 1.5 കിലോമീറ്റർ ദൂരത്തേക്ക്. അതേപോലെ തന്നെ നല്ല മഴ വരുന്നുണ്ട് കേട്ടാ. മൊത്തത്തിൽ 2 മൂടി കെട്ടി വരുന്നുണ്ട്. ഇപ്പൊ പെയ്യും, ഏത് നിമിഷവും പെയ്യാം. ചിലപ്പോ ഞാൻ വണ്ടൂർ എത്തുമ്പോ തന്നെ പെയ്തെന്ന് വരാം. അങ്ങനെയാണ് കണ്ടിട്ട്. ചിലപ്പോ പെയ്തോളണമെന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കാറ്റടിച്ചൊക്കെ മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലൊക്കെ പോയി പെയ്യും.
കാറ്റടിക്കണ്ടേ, ഞാൻ പറഞ്ഞല്ലേ കാറ്റും ഉണ്ട്, ഉഷാറായിട്ട് കാറ്റടിക്കണ്ട്. നല്ലൊരു പെയ്ത്താൻ പെയ്യാൻ നീ നേരം വരെ പെയ്യാത്തോണ്ട് ആ ഒരു കളി ഫുള്ള് ഇപ്പൊ തീർക്കുമെന്ന് അറിയില്ല. അവന്റെ ചെങ്ങന്മാരെ എമ്മജാതി കാറ്റാ. ഞാനിപ്പോഴും പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ കാറ്റിനെ കുറിച്ചൊക്കെ. നല്ല കാറ്റുണ്ട്. ഇതിന് മുമ്പ് ഒരു ദിവസം വണ്ടൂരിൽ നല്ല കാറ്റടിച്ചിട്ട് എല്ലാം പാറിപ്പോയതാ. കണ്ടാ മരങ്ങളൊക്കെ ആടുന്ന നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ശരി, നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. മക്കളെ കണ്ട ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. മാനം, അതായത് ആകാശേ ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. ഏത് നിമിഷവും പെയ്യാം. ചെറുതായിട്ടൊന്ന് ചാറി, ചെറുതായിട്ട് പറഞ്ഞാൽ ചാറ്റിൽ അറിയാൻ വേണ്ടി പറ്റൂല, അത് പാറ്റൽ എന്ന് പറയാനേ പറ്റുള്ളൂ. ഈ ഒരു മരമൊക്കെ കണ്ട നിങ്ങൾ അടിപൊളിയാണ്. കണ്ടാവൂലേ? കണ്ടോ ഇലയൊക്കെ റോട്ടിൽ കൂടെ ഒക്കെ ഇലയൊക്കെ ആകെ വന്ന് ഇതൊക്കെ നല്ല ഇപ്പത്തെ ഒരു കാറ്റ് കൊണ്ട് വന്ന് കയറിയതാട്ടോ. ഇതൊക്കെ നല്ല അടിച്ചാ പൊളിച്ചൊരു കാറ്റ് വന്നു. നല്ലൊരു മഴയാണ് വരുന്നത്, കാരണം നല്ല ടൈറ്റ് മഴയാണ്. ഇതിലൊക്കെ ചെമ്മല കിടക്കണു റോട്ടില്, ഇതിലൊക്കെ ചെമ്മല കിടക്കുന്നുണ്ട്. മൈ ഗോഡ്, ഇന്ന് വണ്ടൂരിൽ ചന്ത ഉള്ള ദിവസാട്ടാ. ചന്തയുണ്ട്, വണ്ടൂർ ചന്ത എവിടെയാണ് നടക്കാം, ഞങ്ങളുടെ സ്റ്റാൻഡിന്റെ അടുത്ത്. അപ്പൊ ഇവിടെ ഏതൊരു ബോർഡൊക്കെ വന്ന് റോട്ടിൽ അടിക്കണാകണം. കണ്ടാ ഒരു ലൈറ്റ് ബോർഡ് പെയ്തോട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നല്ല ഇടിച്ചു കുത്തി പെയ്തോടുക്കാണ്. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ സ്റ്റാർട്ടിങ്. ഓ മൈ ഗോഡ്, അയ്യോ അല്ലാതെ പെയ്യുന്നു. നല്ല കാറ്റും ഉണ്ട്, കാറ്റ് അടിക്കുന്നുണ്ട്. ഈ നേരം വരെ പെയ്യാത്തതിന്റെ എല്ലാവിധ അതും ഇപ്പൊ തീർച്ചയാറാവുന്ന പെയ്യാണ്. ചങ്ങന്മാരെ ലൈനില് ഇറങ്ങാണ്. നമ്മളെ അഖിലുട്ടുണ്ടല്ലോ, അഖില് എന്റെ ഫ്രണ്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കി. അവനെ വിളിച്ചിട്ട് അവന്റെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല, ബൈപ്പാസിലുണ്ട്, വണ്ടി ഓഫായി പോയി. എന്താ സംഭവം അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അവന്റെ എന്താ നോക്കട്ടെ. മൂന്നാമത്തെ വണ്ടിയാണ് ഞാൻ. മൂന്നാമത്തെ വണ്ടി നമുക്ക് നാളെ ആകാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേങ്കില് നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോഴും ഒക്കെ കൂടെ നിൽക്കാനുള്ള പയ്യന്മാരാണ്, എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോകണം. നമ്മക്ക് മാത്രം നമ്മൾ കൈക്കോട്ടാകരുത്. കൈക്കോട്ടാറ മമ്മട്ടി എന്നൊക്കെ പറയില്ല, മമ്മട്ടി ആകരുത്. ഇങ്ങോട്ട് മാത്രം വലിച്ചാ പോരാ. ഇവിടെ ഉണ്ട് എന്താ പറ്റിയാവോ നോക്കാം, ഇറങ്ങി നോക്കട്ടെ, തള്ളി നോക്കട്ടെ. എന്താ സംഭവം? ആ മെയിൻ ഫ്യൂസോ? ബാറ്ററി ഇറങ്ങിന്നോ? ഇപ്പൊ എന്തായ അവസ്ഥ? ഇപ്പൊ കൊഴപ്പില്ല, ഫ്യൂസ് ഒക്കെ റെഡി ആയി. തള്ളിയാ കിട്ടുവോ? തള്ളി കിട്ടും. എന്നാ റോട്ടിൽ കയറ്റിട്ട് കയറാം. ഫുള്ള് കയറിക്കോട്ടെ. അവിടെ കേട്ടോ. എന്താ അവസ്ഥ? ഇവിടെ തള്ളാല ഗ്യാപ്പില്ല. അതിലൊന്നും ഇട്ടിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ അതിലൊന്നും ഇട്ടിട്ട് കാര്യമില്ല. അടക്കിട്ടോ. ഡോറടക്കണം, ചാവി വേണ്ട, ഇറങ്ങണ്ട. നിക്കോ നിക്കോ സ്ലോ വർക്കിംഗ് നിക്കോ? ചെക്ക് ലൈറ്റില്ലേ? അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോന്ന് കാണിച്ചോളൂ, അതാ നല്ലേ. നേരെ പോയാണ്ടേ ലൈറ്റ് കത്തുണ്ടോ? റെഡ് ലൈറ്റ്. അതായത് ചെങ്ങന്മാരെ എന്തായാലും അത് തള്ളി സ്റ്റാർട്ടാക്കിക്കണോ. ഓൻ്റെ വണ്ടി പിന്നെ സെൻസറൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് എന്താ വിഷയം എന്നറിയില്ല. ഏതായാലും ഞാൻ ഇവിടുന്ന് പോയോട്ടെ. ഏരായി നാട് പിടിക്കട്ടെ. ചെങ്ങന്മാർ ഇന്ന് സമയം കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ട്രിപ്പ് കഴിഞ്ഞിങ്ങനെ മടങ്ങണുള്ളൂ. ഇപ്പോൾ സമയം 8:45 ഒരു 150 രൂപയുടെ ട്രിപ്പ് പോകുന്നതാണ്. അതായത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് ഇന്ന് ടൗണിൽ നിന്ന് കണ്ടപ്പോൾ എൻ്റെ നമ്പർ വാങ്ങിയിരുന്നു. പ്രണവ് എന്നാ പേര് കേട്ടോ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അമ്മയൊക്കെ ഉണ്ട് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട്, അപ്പോൾ അവരെ അവിടുത്തെ കഴിഞ്ഞിട്ടൊന്ന് കൊണ്ടുവിടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തന്നെ ഓക്കെ എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തായിരുന്നു. അങ്ങനെ പുള്ളി വിളിച്ച് അവരെ കൊണ്ടുവന്ന് വിട്ടതാണ്. ഇപ്പോൾ ഇവിടെ നേരെ വീട്ടിലേക്കാണ്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ വീട് പിടിക്കാം എന്നാണ് കരുതുന്നത്. അതായത് ചെക്കന്മാർ പാലത്തിന് മീൻ പിടിക്കുന്നുണ്ട്, നല്ലൊരു കടുങ്ങാല്. അതുപോലെ തന്നെ ബക്കറ്റിൽ ഒരു 4 ഞണ്ട്, ഞണ്ടൊക്കെ പിടിക്കേണ്ട പോകുമായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ നിൽക്കണേ ഇതിനേക്കാൾ ഞണ്ടിട്ടിയോ.
ചെങ്ങ വരെ സമയമാണത് 12:05 എഡിറ്റിങ് ഇപ്പോഴാണ് കഴിഞ്ഞ റെൻഡർ ചെയ്തിട്ടില്ല. റെൻഡർ പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാറ്റൊക്കെ വലിച്ചിട്ട് പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട്. വണ്ടി വലയിട്ട് നിർത്തണം. എഡിറ്റിങ് കഴിഞ്ഞിട്ട് രാത്രി എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നേരമാവും ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും കിടന്നിട്ടില്ലല്ലോ നമ്മൾ. ഇനിയിപ്പോൾ ലാപ്ടോപ്പ് ഞാൻ ശ്രദ്ധിക്കലില്ല. ഇപ്പം നമ്മൾ എസ്റ്റിമേറ്റ് ടൈമാണെങ്കിൽ 52 മിനിറ്റാണ്. ടോട്ടൽ 6 GB 900 MB ആണ് കാണിക്കുന്നത്. അതായത് ടോട്ടൽ 6957 MB എന്ന് കാണിക്കുന്നുണ്ട്. എന്താ പറയുക, അപ്പോൾ അതാ പറയുന്നുണ്ട്. രാവിലെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ 9 ആകാനുള്ള കാരണം ഇറങ്ങാനേ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ 9 ആകാനുള്ള കാരണം എഡിറ്റിങ് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ നേരത്തെ ഇറങ്ങിയാലും രാവിലെ നേരത്തെ എണീക്കാൻ വേണ്ടി കഴിയും. ഈ ഓടി വന്ന ക്ഷീണവും കാര്യമൊക്കെ അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തുന്നത്. ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. കൂടെ ഉണ്ടാവണം. പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഗുഡ് മോർണിംഗ് പറയേണ്ട സമയമായി. എന്നാലും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.